ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണ് എന്നതാണ് നമ്മളോട് നോക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ക്വീൻ ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ അങ്ങനെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി മന്ത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചും അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുമുള്ള സുപ്രധാന ഡിസിഷൻസ്, തീരുമാനങ്ങളൊക്കെ വരുന്ന ഒരു മാസമായിട്ടാണ് നമുക്ക് കാണുന്നത്. ആ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് വുമൺ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മാൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. അതായത് നിങ്ങൾ നിങ്ങളിൽ തന്നെ പൂർണ്ണമാണ്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജോബ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ സംതിങ് സ്പെഷ്യൽ. അതായത് ആ പേഴ്സണ് പ്രൗഡ് തോന്നിക്കുന്ന തരത്തിൽ, ബഹുമാനം തോന്നുന്ന തരത്തിൽ എന്തോ ഒന്ന് നിങ്ങളിലുണ്ട്. അത് ആ പേഴ്സൺ വളരെ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഒരു പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടും കാണുന്നുണ്ട്. ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഈ വ്യക്തിക്കുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെങ്കിൽ ആദ്യം ഇത്തരം ഉത്തരവാദിത്തങ്ങളും അപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള സിറ്റുവേഷൻസിനോടും എല്ലാം ഒക്കെ ഫൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം ഈ വ്യക്തി ചിലപ്പോൾ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന ഒരാളായിരിക്കാം. അവർക്ക് വിദേശത്ത് പോകുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും ഈ ഒരു യാത്ര ആ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ വഴിയാത്ത ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണുന്നത്. നിങ്ങളെ സ്വന്തമാക്കുന്നതിനോടൊപ്പം ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഒരു യാത്രയുടെ ആവശ്യം അനിവാര്യമായിട്ടുള്ളതായിട്ട് കാണുന്നു. ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകലം, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ അടുത്തടുത്ത് വീടുകളിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിലും ആ വ്യക്തി ചിലപ്പോൾ വിദേശത്തോ, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസിലോ വർക്ക് ചെയ്യുന്ന ഒക്കെ ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ അത്രയ്ക്കും ഒരു പൂർണ്ണതയോടെയാണ് ആ ഒരു പേഴ്സൺ കാണുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ ഒരു പേഴ്സന്റെ അമ്മയോടാണ് നിങ്ങളെ താരതമ്യം ചെയ്യുന്നത്. അതായത് അമ്മയിൽ നിന്ന് കിട്ടുന്നത് പോലെയുള്ളൊരു സ്നേഹമാണ് നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതാണ് അവർ ആഗ്രഹിച്ചിരുന്നത്, അത് നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നത് പുരുഷന്മാരാണ് എങ്കിൽ അതായത് നിങ്ങളുടെ പേഴ്സന്റെ
അമ്മയുമായിട്ട് ഒരുപാട് ഒരു സിമിലാരിറ്റീസ് ഒക്കെ നിങ്ങൾക്കുണ്ടാകാം. അവരുടെ അമ്മ അവർക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു കെയറിങ്ങും ഒക്കെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെതായ ഒരു പ്രശ്നം അല്ലെങ്കിൽ സംസാരത്തിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ നാവ് ഒന്ന് കൺട്രോൾ ചെയ്താൽ ഇതിലും കുറെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകാൻ, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകാനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ആ പേഴ്സണ് എന്തുകൊണ്ടോ നിങ്ങളുടെ സംസാരം അത്ര ഇഷ്ടമല്ല എന്നിവിടെ കാണുന്നു. എല്ലാ സംസാരങ്ങളല്ല, കുറച്ച് വാക്കുകളും അതുപോലുള്ള നിങ്ങളുടെ ഉച്ചത്തിലുള്ള സംസാരങ്ങളും അതൊക്കെ. പല സമയത്തും നിങ്ങൾ തമ്മിലുള്ള വഴക്കിനുള്ള കാരണം ആ ഒരു സംസാരമാണെന്ന് കാണുന്നുണ്ട്. എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. പഴയ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയതായിട്ട്, അതായത് ഇനി ഈ ഒരു വ്യക്തിയിലേക്ക് അതായത് നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി വരുവാണെങ്കിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാതെ ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് നല്ല താല്പര്യമുണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ട്, ഹാപ്പി ഫാമിലി ഒക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് ഉണ്ടാകണം എന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ കൂടെ ഉള്ളത് അവർക്കൊരു ധൈര്യമാണ്. അതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സഹായമായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ നല്ലൊരു ധൈര്യമുണ്ട്, എല്ലാത്തിനും ചാടി പുറപ്പെട്ട് അതൊരു സക്സസിലേക്ക് എത്തിക്കാൻ പറ്റും എന്നൊക്കെ ഈ വ്യക്തിക്ക് ഒരു തോന്നലുണ്ട് ഈ വ്യക്തിക്ക്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇവർ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൂടെ വേണം എന്ന് അവർക്ക് നല്ല രീതിയിൽ ആഗ്രഹവുമുണ്ട്. അതുപോലെ അവരോട് ചില സമയത്ത് നിങ്ങൾ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചാലും അതൊരു കോമഡി ആയിട്ടൊക്കെ, അല്ലെങ്കിൽ അത് കേട്ടോണ്ടിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്ന വ്യക്തികളും ഒക്കെ ഉണ്ട്. അതായത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും മടുക്കില്ല, അത്തരത്തിലുള്ള എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. പക്ഷെ നിങ്ങളുടെ ഓവറായിട്ടുള്ള സംസാരങ്ങളും അതുപോലെ ഉണ്ടാകുന്ന വാക്കുകളും ഒക്കെ, കടുപ്പിച്ചുള്ള വാക്കുകളുടെ പ്രയോഗങ്ങളെല്ലാം തന്നെ ആ പേഴ്സണെ സംബന്ധിച്ച് അത്ര സ്വീറ്റ് ആയിട്ട് അവർക്ക് തോന്നുന്നില്ല. അത് മാത്രമാണ് ഈ പേഴ്സൺ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണുന്നത്. അപ്പോൾ ഇത്തരം നിങ്ങളോട് എന്തുമാത്രം സംസാരിച്ചാലും അവർക്ക് അത്ര ഒരു മടുപ്പ് വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകണമെന്നും അവർ വല്ലാതെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നും വളരെയധികം ആഗ്രഹമുള്ളതായിട്ടാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. മെസ്സേജസ് എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്? മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ, മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്തൊക്കെ മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത്, യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. യെസ്, നിങ്ങൾ അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറാണ് എന്ന് ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. എൻ്റെ സ്നേഹം അൺകണ്ടീഷണൽ ആയിട്ടുള്ളതാണ്, ഒരു കണ്ടീഷനും ഇല്ലാത്തതാണെന്ന് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. യെസ്, നിങ്ങളെ അവർ വളരെയധികം മിസ് ചെയ്യുന്നു ഈ ഒരു സമയത്ത്. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. യെസ്, നിങ്ങൾ ഈ ഒരു സമയത്ത് എൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ മിസ് യു, ഐ മിസ് യു, ഐ മിസ് യു. ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്ന ആ ഒരു മെസ്സേജ്. യെസ്, ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഫസ്റ്റ് കണ്ട ആ ഒരു നിമിഷം നിങ്ങളെ കണ്ട ആ ഒരു കാര്യം, ആ ഒരു ദിവസം ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നു. യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. നിങ്ങളാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും വില മതിക്കാനാവാത്ത ഒരു ഗിഫ്റ്റ് എന്ന് അവർ പറയുകയാണ്. യു ടച്ച്ഡ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു വ്യക്തിയാണ് നീ എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. യെസ്, നിന്നോടുള്ള ഫീലിങ്സ് ഞാൻ എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ്, ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയായിരുന്നു എന്ന് വ്യക്തി പറയുന്നു. ഗിവ് മീ സം ലവ്, ഐ എം സോറി. എനിക്ക് കുറച്ച് സ്നേഹം തന്നാലും ഞാൻ നിന്നോട് ഈ ഒരു സമയത്ത് ക്ഷമ ചോദിക്കുകയാണ്. ഐ എം സോറി എന്ന് ഈ പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഒരു മെസ്സേജസ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് ഒന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറഞ്ഞ മെസ്സേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ 2023 എന്ന് പറയുന്ന ഒരു വർഷമാണ്.
അതുപോലെ തന്നെ ഫെബ്രുവരി, ഈ ഒരു ഫെബ്രുവരി മന്തിൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഡിസിഷനും അതുപോലെ നിങ്ങളുടെ ഡിസിഷനും എല്ലാം ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഈ ക്ലൂവിലും അത് കിട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി മന്തിലാണ് ആ മാറ്റങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്ലൂ ഐ എന്ന് പറയുന്ന ഒരു ലെറ്റർ ആണ്. 49 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ മന്ത് അതൊരു പോസിബിലിറ്റി ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 13 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 33 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 7 days വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 1988 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലോയർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ലോയർ ആയിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. ടെക് പരമായ കാര്യങ്ങളിലൊക്കെ ഒത്തിരി താല്പര്യമുള്ളവരായിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കാണ്. അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നു ലെറ്റർ യു ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലൂ ഈസ് 5, നമ്പർ 5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1980 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പർപ്പിൾ കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ പർപ്പിൾ കളർ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാരിറ്റി എന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണെന്ന് വിചാരിക്കുകയാണ്. നമ്പർ 1 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നെക്സ്റ്റ് ക്ലൂ. 2002 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. 54 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ വി ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വിശ്വസിക്കാം എന്നുള്ള ഒരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇടുക്കി ഡിസ്ട്രിക്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളായിരിക്കാം. അതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഈ ഇടുക്കി ഡിസ്ട്രിക്റ്റുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് 40 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് എക്സ്പെക്ട് മിറാക്കിൾസ്. ഓക്കെ, നിങ്ങൾക്ക് ഒത്തിരി അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി അത്ഭുതങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ഫെബ്രുവരി മാസത്തിലൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.